ഹേ ഗായ്സ്, എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതും അവിടുത്തെ ചില കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാത്തൊരു കാര്യം ഞാനിപ്പോൾ പറയാം. എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരികയാണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം. അപ്പം ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ. എൻ്റെ കൂടെ കുഞ്ഞനും കുഞ്ഞാറ്റയും അതുപോലെ ഏട്ടനും ഉണ്ട്, പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട്. അതാണ് ഈ പിന്നിലിരിക്കുന്ന ടീം. ബസ്സിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും ഹസ്ബൻഡുമാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി എത്തിയിട്ടുള്ളത് കുന്നംകുളം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ ഒരു താപ്പിൽ മക്കൾ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അവിടുത്തെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ ഷോപ്പുകളിൽ നമ്മുടെ അവിടെ ഉള്ളതിനേക്കാൾ 2-3 രൂപ കൂടുതലായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പരിപ്പ് വടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചുയിങ്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബസ്സിലിരുന്ന് ഇങ്ങനെ വെറുതെ ചവയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളേർക്കൊക്കെ ചുയിങ്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കും അറിയാം. എൻ്റെ മക്കൾ 2 പേരും നല്ല രീതിയിൽ ഛർദ്ദിക്കും. അവർക്ക് ഒട്ടും തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോവാറുമുണ്ട്. എല്ലാവരും പറയാറുണ്ട് പോകുന്നതിന് മുന്നേ മെഡിസിൻ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അവർ മരുന്ന് കഴിച്ചാലും നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യും. ഞാനും അതിൻ്റെ ഒരാൾ തന്നെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അങ്ങനെ വലിയ തോതിൽ ഛർദ്ദിയൊന്നും ഇല്ല കേട്ടോ. അത് ഞങ്ങൾക്ക് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് KSRTC ബസ്സായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി വിസ്താരത്തിൽ ഇരിക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ സീറ്റൊക്കെ കമ്മിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, KSRTCയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുഞ്ഞിനിരിക്കുന്ന ഏട്ടൻ്റെ അടുത്താണ് കേട്ടോ. അവൻ്റെ ഒരു ട്രിപ്പ് ഛർദ്ദി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ക്ഷീണമാണ് നിങ്ങൾ ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ കുഞ്ഞാറ്റയുടെയും മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വഴിയോര കച്ചവടത്തിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് 100 രൂപയുടെ ചെരുപ്പ്, 150 രൂപയുടെ ചെരുപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ അവസാനം അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടുള്ളത് എടപ്പാളുള്ള ഫോറം സെൻറ്ററിലാണ് കേട്ടോ. ഫോറം സെൻറ്ററിൽ തന്നെ ഫൺ ഫോറത്തിലേക്കാണ് ഞങ്ങൾ പോണത്. അത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേര് ലിഫ്റ്റിലാണ് പോയത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പിള്ളേരൊക്കെ എസ്കലേറ്ററിലാണ് കേട്ടോ കയറിയത്. എനിക്കതിൽ കയറാനായിട്ട് ഭയങ്കര പേടിയാണ്. അവർ കുറേ വിളിച്ചു പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നർ വെയറിൻ്റെ ഒക്കെ ഒരു ഷോപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ കണ്ടു. ട്രയൽ റൂമിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഉച്ച ചെയ്തുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ മാളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കേട്ടോ. എല്ലാവർക്കും ഉള്ള ചെയറും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനും ഒക്കെ ആയിട്ട്. പിള്ളേർക്ക് എല്ലാവർക്കും നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റ പിന്നെയും ഇട്ടോ ഞാൻ മുഴുവൻ തിന്നുന്നിട്ട് ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ, ഒരു പ്ലേറ്റ് കണ്ടോ, അവളത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ ഞങ്ങൾ തിന്നുകയാണ് ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞാനും ചേച്ചിയും. ഏട്ടന്മാർ 2 ആളും ബീഫ് ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകാൻ വേണ്ടി വന്നേക്കാണ്. അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സർവീസും പക്കയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇത് നമ്മുടെ മാളിൻ്റെ ഉൾവശമാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. നെസ്റ്റോലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നെസ്റ്റോലൊന്നും ഞങ്ങൾ കയറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ചെന്ന് പറഞ്ഞ് ബില്ലടിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടോക്കൺ കിട്ടും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അലാറം അടിക്കും. നമ്മുടെ സാധനം ആയിക്കഴിഞ്ഞാൽ അത് അലാറം അടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് വാങ്ങിച്ച് ഇതുപോലെ എടുത്ത് കുടിക്കുക. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. ഞങ്ങൾ 5 പിള്ളേരും 2 ആളും ഉണ്ടായിരുന്നു. ഏട്ടന്മാർ 2 ആളും പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 7 ആൾക്കും കൂടിയിട്ട് 3 ലെമൺ ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെയാണ് ഓർത്തത് 2 കൂടി വാങ്ങിയാൽ മതിയായിരുന്നു, തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെന്ന് അലാറം അടിക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. അത് കാരണം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് കുടിച്ച് തീർത്തു കേട്ടോ. കുറച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനായിരുന്നു എനിക്ക് തന്നത്. അപ്പം ഞാൻ 2 വലി വലിച്ചിട്ട് അവന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫൺ ഫോറത്തിലേക്ക് ഗെയിംസൊക്കെ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. കുട്ടികൾക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ഇതിലിരിക്കണോ അതിലിരിക്കണോ ഇത് കളിക്കണോ എല്ലാത്തിനും ഭയങ്കര തിക്കും തിരക്കായിരുന്നു. അവിടെ എല്ലാവിധ ഗെയിംസും നല്ല അടിപൊളി ഗെയിംസ് എല്ലാതും ഉണ്ട്. ലച്ചൊക്കെ അതുമ്മ കയറി ഇരുന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കായിരുന്നു. ഇവർ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്നതുകൊണ്ട് അവർക്ക് കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് അവർ
ഒരു ടൂർ പോകുന്നുണ്ട്. എനിക്കത് നോക്കിയിട്ട് ഇവരെന്താ ചെയ്യണേന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അതിനെ പറ്റി കുറച്ച് ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് കളിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ സോഫ്റ്റ് പ്ലേയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ ഷോക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെരുപ്പൊന്നും അലൗഡ് അല്ല. ഇതുപോലത്തെ ഷോക്സ് ഒക്കെ ഇട്ടിട്ടാണ് അതിൽ കയറ്റുക. എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുന്നത്. പിള്ളേർക്ക് അറിയാമായിരുന്നു. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അറിയായിരുന്നു കേട്ടോ. ഈ ഷോക്സ് നമുക്ക് എടുക്കാം, വീട്ടിലേക്ക് കൊണ്ടുപോകാം, പിന്നെ അത് അവർ വാങ്ങിച്ചു വെക്കില്ല. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾക്ക് കയറാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. പിള്ളേരെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര കളിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ അതിനുള്ളിൽ കയറി കളിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ, നമ്മൾ വലുതായി പോയി, എന്ത് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞൻ വയ്യാണ്ട് തലയൊക്കെ വേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറക്കിയിട്ടോ, കാരണം അവന് വയ്യാത്തല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഈ കാർ ഓടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കളിച്ചത് ഈ ചാടുന്നേലാണ് കേട്ടോ. പിന്നെ പന്തിന് വേണ്ടി ഭയങ്കര അടിയും തല്ലും കരച്ചിലൊക്കെ ആയിരുന്നു. ഒരു പന്തേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞപ്പോൾ ഈ തവളക്കുട്ടന്മാരൊക്കെ അടിച്ചൊതുക്കാനുള്ള തല്ലൂട്ടായി അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു ഒരു ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിമായിരുന്നു ഈ വെടി പൊട്ടിക്കൽ. അപ്പോൾ അവ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും പല ഗെയിംസിലൊക്കെ ഭയങ്കര ത്രില്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞൻ കണ്ടോ, വെടി വെച്ച് എല്ലാത്തിനെയും പൊട്ടിച്ചിടുന്നുണ്ട്. കുഞ്ഞിന് ഇത് കണ്ടപ്പോൾ പിന്നെ വേറൊരു ഗെയിമും വേണ്ടാന്നായി. കാരണം അവൻ അത്രയും ഇഷ്ടമാണ് ഈ തോക്കും വെടിവെപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ രണ്ടാൺകുട്ടികളും അതിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് നിന്നു. കുറച്ച് നേരം അത് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പിന്നെ അത് റീചാർജ് ചെയ്യണം. അപ്പോൾ ഒരുവിധം നേരമൊക്കെ അവരത് കളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കും നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് ഇവർ കളിക്കുന്നത് കണ്ടപ്പോൾ ആ പന്ത് എറിഞ്ഞ് ആ സാധനം വീഴ്ത്തിയിടുക, ആ ലൈറ്റ് കത്തുന്നില്ലേ, ലൈറ്റ് കത്തുന്നത് മാത്രം നമ്മൾ ഈ പന്ത് എറിഞ്ഞിട്ട് അത് തട്ടിയിടണം. അതെനിക്ക് കളിച്ച് വന്നപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ ഗെയിം. കുറേ നേരം കളിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മറ്റേ 3D കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ 3Dയിലൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയുമോ, നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ അതിലേക്ക് വീണ് പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പോയിട്ടുള്ള മാൾ എന്ന് പറയുന്നത് നമ്മുടെ ശോഭ സിറ്റി മാളാണ് തൃശ്ശൂരുള്ളത്. അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഗെയിംസ് എല്ലാം കളിച്ചു അടിച്ച് പൊളിച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തില്ല, കോണി ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചായക്കടയിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാലത്ത് വാങ്ങിയ പരിപ്പ് വടയില്ലേ, അത് നമുക്ക് തിന്നാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഛർദി ആയിരുന്നല്ലോ, അത് കാരണം ആരും തിന്നില്ല. അപ്പോൾ അത് ചായയുടെ കൂടെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ് കാത്ത് നിന്നു. തിരിച്ച് പോകുമ്പോഴും ഞങ്ങൾക്ക് KSRTC തന്നെയാണ് കിട്ടിയത്. പക്ഷേ അവിടെ എത്തുന്ന വരെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വന്നു. ഒട്ടും സീറ്റ് ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ കിട്ടിയ ബസ്സിൽ അങ്ങ് ഓടിക്കയറിയത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുന്നംകുളത്ത് വന്ന് ഇറങ്ങിയിട്ട് കുന്നംകുളത്ത് ബസ് കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഛർദ്ദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പച്ചക്കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ബസ് ഇങ്ങനെ കുലുങ്ങണോണ്ട് അവന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇനി ആരെങ്കിലും എടപ്പാളുള്ള നമ്മുടെ ഫോറം സെൻറ്ററിൽ ഫൺ ഫോറത്തിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.